السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ പവിത്രതയുള്ള ഈ മജ്ലിസിൽ നാമൊക്കെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കും വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സു കാരണം ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഇനിയുള്ള കാലം ഒരു തെറ്റുപോലും ചെയ്യാതെ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, മഹാന്മാരായ ഈ പ്രദേശത്തുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, മാന്യ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന പണ്ഡിതന്മാരും ഉമറാക്കളും പ്രവർത്തകന്മാരും ധാരാളമുള്ള ഈ വില്യാപ്പള്ളി പ്രദേശം സ്വാർത്ഥ താൽപര്യങ്ങളുടെ ഭാഗമായി ചിലരൊക്കെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളെ മലിനപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ വില്യാപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു നല്ല ഗ്രാമത്തെയും മലിനപ്പെടുത്താൻ പല ആളുകളും പല സമയത്തും പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആദരണീയരായ ഒരു പ്രത്യേകമായ ചടങ്ങിന്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു പ്രദേശത്തിന്റെ ആദരവ് ലഭിച്ചിട്ടുള്ള മഹാനാകുന്ന ശൈഖുന വില്യാപ്പള്ളി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശൈഖുനാക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ആ വലിയ ഫള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കരുത്തു പകരാൻ ആയിരക്കണക്കിന് മതപ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിന്ന് ഒരു സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദ് അവർക്ക് നൽകിയ ആ വലിയ തൗഫീഖ്, ഇതിൽ ഒരു സന്തോഷം കൊള്ളുക എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ സേവനമാണ് ഈ ഒരു മഹത്തായ സദസ്സിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണോ ഈ സദസ്സ് സംഘടിപ്പിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്, അല്ലാഹു അവർക്കൊക്കെ നല്ല മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പ്രദേശത്തുള്ള മുഅ്മിനീങ്ങൾ മഹാനാകുന്ന വില്യാപ്പള്ളി ഉസ്താദിനെ വളരെ ചെറുപ്പത്തിലെ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ ആലിമിനുള്ള, ദീനിന്റെ ഒരു നേതാവിനുള്ള, മുസ്ലിം സമുദായത്തിന്റെ ഒരു നായകനുള്ള എല്ലാ സൽഗുണങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള മഹാനാകുന്ന ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വാനോളം പുകഴ്ത്തി പറയാതെ
അങ്ങനെ എഴുതിപ്പിടിപ്പിച്ച് പറഞ്ഞു പരിശീലിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ആരാണ് വില്യാപ്പള്ളി ഉസ്താദ് എല്ലാവർക്കും അറിയാം. പക്ഷേ നന്മയിലധിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു നായകനോടുള്ള കടമയും കടപ്പാടും ആദരവും ഈ പ്രദേശവാസികൾ ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് അത് പ്രകടിപ്പിക്കുക എന്നുള്ള വലിയ ഒരു സേവനമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു പ്രവർത്തനത്തിന് കാരണമായി ചില ആളുകൾ അല്ലാഹുവിന്റെ ദീനെ വിമർശിക്കുന്നത് പോലെ ദീനിന്റെ നേതാക്കന്മാരെ വിമർശിച്ചതിന്റെ ഭാഗമായി ഈമാനുള്ള നല്ലവരാകുന്ന പ്രവർത്തകന്മാർ അതിന്റെ ഭാഗമായി തീരുമാനിച്ചതായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. മഗ്രിബിന് മുമ്പുള്ള ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നല്ലവരെ സ്നേഹിച്ചും നല്ലവരെ അംഗീകരിച്ചും നല്ലവർക്കൊപ്പം നിന്ന് പരിചയവും ഇല്ലാത്തവരായി ആരെങ്കിലുമൊക്കെ വിദൂരത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായി മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ ദീനെ പ്രചരിപ്പിക്കുന്ന സമയം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥമാണ്. അല്ലാഹുവിന്റെ ദീന്റെ അടിസ്ഥാന രേഖയായി ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് തങ്ങളിലൂടെ ഈ സമുദായത്തിന് അല്ലാഹു നൽകി എന്നായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിവിധ ഏടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീന്റെ നിയമങ്ങളെ പറഞ്ഞു കൊടുക്കാൻ മഹാന്മാരാകുന്ന അംബിയായിനെ ഏൽപ്പിച്ച ധാരാളം ഏടുകളും ഗ്രന്ഥങ്ങളുമുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു പ്രവാചകൻ മാത്രമല്ല, ബനീ ഇസ്രായേൽ ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു. ഖുർആനിന്റെ പ്രചാരകരായി ധാരാളം നബിമാരെ അല്ലാഹു അയച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഖുർആന്റെ പ്രചാരകരായി വരേണ്ടത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉലമാ ഉമ്മത്തി, ഈ ഉമ്മത്തിലുള്ള പരിശുദ്ധരാകുന്ന ഉലമാ കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽ വന്നിട്ടുള്ള പരിശുദ്ധരാകുന്ന നബിമാരെ പോലെയാണ്. അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം തന്നെയാണ് ഈ ഉലമാക്കൾ ഇവിടെ ഏറ്റെടുക്കേണ്ടത്. ഇവിടെയാണ് പലർക്കും ചെറിയ തെറ്റുകളും അത് വലിയ അബദ്ധങ്ങളുമായി മാറിത്തീരാറുള്ളത്. ഉലമാ എന്ന് പറയുമ്പോഴേക്ക് വേഷം കണ്ടിട്ട് സംസാരം കേട്ടിട്ട് ബാഹ്യമായ വിലയിരുത്തലുകളുടെ ചില ആളുകളെ ആലിമീങ്ങളെ പട്ടികയിൽ എഴുതി ചേർക്കും. കേരളക്കരയിൽ ഇന്ന് ആലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പലരുണ്ട്. യഥാർത്ഥത്തിൽ അൽ ഉലമാ, യഥാർത്ഥ ഉലമാ എന്നുള്ള ആ പരിശുദ്ധമായ പദവിയിലേക്ക് ആരൊക്കെയാണോ പ്രവേശിക്കുന്നത് അവർക്കുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ വറസത്തുൽ അംബിയാ, അംബിയാഇന്റെ അനന്തരം അവർ എടുക്കണം. അംബിയാഇന്റെ അനന്തരം എടുക്കാത്ത ഒരൊറ്റയാളും ആലിമാവില്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കൾ അനന്തരാവകാശികളാണ് എന്നങ്ങ് വായിച്ചു പോയാൽ പറ്റില്ല. യഥാർത്ഥ ഉലമാ എന്ന് പറയണമെങ്കിൽ വറസത്തുൽ അംബിയാ, അംബിയാഇന്റെ അനന്തരം എടുക്കുക തന്നെ വേണം. വറസുൽ ഇൽമ വലാകിൻ വറസുൽ ഇൽമ വലം യുവറസു ദിർഹമൻ വലാ ദീനാറ വലാകിൻ വറസുൽ ഇൽമ, അംബിയാക്കൾ ദിർഹമിനെ അല്ല, ദീനാറുകളെ അല്ല, സമ്പത്തിനെ അല്ല, ധനത്തെ അല്ല ഇവിടെ അനന്തരമായി എടുത്തിട്ടുള്ളത്. അവർ അനന്തരമായി എടുത്തത് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെയാണ്.
അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമിനെ അനന്തരമെടുത്തവരായിരിക്കണം. ഇവിടെയാണ് നാം ആലിമീങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒരാളെ ഇവിടെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ അതൊരു വിഷയമേ അല്ല, നമ്മുടെ കേരളത്തിൽ അതൊരു പ്രശ്നമേ അല്ല. ഒരാളെ പുകഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അബദ്ധം വിളിച്ചു പോകുന്ന ആളുകളെ പുകഴ്ത്തുന്നവരുണ്ട്, ഭൗതിക ലോകത്തെ മാറോട് ചേർത്ത് വെക്കുന്നവരെ പുകഴ്ത്തുന്നവരുണ്ട്, മഹാന്മാരെ ആക്ഷേപിക്കുന്നവരെ പുകഴ്ത്തുന്നവരുണ്ട്. എന്നല്ല കേരളത്തിൽ ഇസ്ലാമിന്റെ മുഖത്തോടുകൂടി പരിചയപ്പെടുമ്പോ AP എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാര്യമായി പുകഴ്ത്താൻ തുടങ്ങിയത് എന്നു മുതലാണ്? കേരളക്കാർ മുഴുവനും ചരിത്രം പഠിക്കണം, SSFകാർ പഠിക്കണം. ചരിത്രബോധം എല്ലാവർക്കും ഇവിടെ വേണം. AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ ഒരു വിഭാഗമെങ്കിലും പുകഴ്ത്താൻ തുടങ്ങിയത് എപ്പോഴാണ്? ആദരണീയരാണ് എന്ന് പറയാൻ തുടങ്ങിയത് എപ്പോഴാണ്? പ്രവാചക തുല്യരാണ് എന്ന് എഴുതാൻ തുടങ്ങിയത് എപ്പോഴാണ്? പ്രവാചക തിരുശേഷിപ്പുകൾ സ്വീകരിക്കാൻ പറ്റുന്ന കരങ്ങളുടെ ഉടമയാണ് എന്ന് പറയാൻ തുടങ്ങിയത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ ആക്ഷേപിച്ചപ്പോ, ശംസുൽ ഉലമായി തങ്ങളെ ആക്ഷേപിച്ചപ്പോ, മഹാനാകുന്ന ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ചപ്പോ, സ്വാലിഹീങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ആളെ പുകഴ്ത്താൻ തുടങ്ങിയത്. അതുവരെ ഇദ്ദേഹത്തെ വല്ലാതെ പുകഴ്ത്താൻ ആരുമില്ലായിരുന്നു. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം. രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങളായി ഇതിനെ വിലയിരുത്തരുത്. വിഷയങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളെ കൃത്യമായി പഠിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നാം മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, നാം സാധാരണക്കാർക്ക് പകർന്നു കൊടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഇവിടെ ഉണർത്തുന്നത്. ഒരാളെ പുകഴ്ത്തൽ എപ്പോഴാണ്? ഏതിന്റെ ഭാഗമാണ് പുകഴ്ത്തുന്നത്? 1993 സെപ്റ്റംബർ മാസം 20 ഈ ലോകത്തോട് വിട പറഞ്ഞ റഈസുൽ മുഹദ്ദിഖീൻ വലിയുല്ലാഹി കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് 93 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കറാഹത്തുണ്ടവരാണ് എന്ന്. കണ്ണിയത്ത് ഉസ്താദിന് എതിരെ സംഘടന ഉണ്ടാക്കി ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് മുമ്പിൽ സത്യം മറച്ചു വെക്കാൻ വേണ്ടി കണ്ണിയത്ത് മഹാനാകുന്ന പണ്ഡിതനാണ് എന്ന് പ്രസംഗിക്കുന്ന പേരോട്ടുകാരനടക്കം കണ്ണിയത്ത് ഉസ്താദ് മഹാനാണ് എന്ന് പറയുന്നു. ആത്മീയ രംഗത്ത് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കാൻ ഔലിയാക്കൾ തയ്യാറാണ്. മശായിഖുമാരിൽ പലരും പറയാറുള്ളത് കണ്ണിയത്ത് ഉസ്താദിനെ തൊടണം എന്നുണ്ടെങ്കിൽ ഒന്നു വേണമെന്നാണ്. അത്രയും വലിയ ദർജയിൽ കിടക്കുന്ന മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് അവരെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു നേതൃത്വം നമുക്ക് വേണ്ട എന്ന് പറയാൻ എപ്പോഴാണ് AP തുടങ്ങിയത്? അപ്പോഴല്ലേ APയെ പുകഴ്ത്താൻ ആളുകൾ വന്നിട്ടുള്ളത്. അതുവരെ അദ്ദേഹത്തെ പുകഴ്ത്താൻ ആളുകളുണ്ടായിരുന്നു. എന്താണ് AP പറഞ്ഞത്? കണ്ണിയത്ത് ഉസ്താദിന് ഇമാമത്തിന് പറ്റില്ല, തുടരാൻ പറ്റൂല, മഅ്മൂമാകാൻ പറ്റൂല എന്നല്ല, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയം, തുടരുന്ന സമയം മിനിമം ഒന്നുവെങ്കിലും വേണ്ടേ? എന്നാൽ ഒരു ഒന്നു പോലും ആവശ്യമില്ലാത്ത സമയത്ത് പോലും കേരളീയ മുസ്ലിം ഉമ്മത്ത് മുഴുവനും പിന്തുടരുന്ന ഒരു മഹാനാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനാകുന്ന പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ പിന്നിൽ അണിനിരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുതിയ ഒരാളെ കൊണ്ടുവന്ന് അവരോധിച്ചുകൊണ്ട് ഇനി മുതൽ ഇയാളാണ് പ്രസിഡന്റ് എന്ന് AP എന്നാണോ പറയാൻ തുടങ്ങിയത്, അന്നല്ലേ അദ്ദേഹത്തെ പുകഴ്ത്താൻ ആളുകൾ വന്നത്. അതുകൊണ്ട് ആ പുകഴ്ത്തലുകൾ എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ ഒരു മാനദണ്ഡം അല്ല. ഒരാളെ പുകഴ്ത്തി എന്നുള്ളത് കൊണ്ട് ഒരാൾ മഹാനാകുന്നില്ല. മഹാനാകുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ ഈ പ്രദേശത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
ഒരാളും അവരെ പേരിൽ ഒരു പ്രത്യേകമായ പുസ്തകം എഴുതുകയോ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി ഡോക്യുമെന്ററി പുറത്തിറക്കുകയോ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി സമ്മേളനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ ഈ നാട്ടിലെ ചെറിയവരും വലിയവരും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാ മതവിഭാഗങ്ങളും മഹാനാകുന്ന വെള്ളിയാപ്പള്ളി ഉസ്താദിനെ ആദരിച്ചത് ആ ആദരവിൽ കാപ്പട്യമില്ലാത്ത കലർപ്പില്ലാത്ത ഒരു ആദരവിന്റെ പ്രകടനമാണ് നാം ഇവിടെ കണ്ടത്. ഇത് പണം കൊടുത്ത് പുകഴ്ത്തിയതല്ല, ഇത് ആളെ കൂലിക്ക് വെച്ചുകൊണ്ട് വാഴ്ത്തിയതല്ല. ഇതായിരുന്നു കണ്ണിയത്ത് ഉസ്താദിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത, ശംസുൽ ഉലമാഇ തങ്ങൾക്ക് ലഭിച്ചുള്ള സ്വീകാര്യത. ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിലേക്ക് ചേർത്തി പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കൾ എന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഈ സംഘടിതമായ ഈ ഐക്യത്തോടുകൂടി മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ മശായിഖുമാരുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ പരിശുദ്ധമായ കൂട്ടായ്മയെ ശിഥിലപ്പെടുത്തുക എന്നുള്ളത്, ഛിന്ന ഭിന്നമാക്കുക എന്നുള്ളത് അത് ജൂതന്മാരുടെ താല്പര്യമാണ്. പക്ഷേ ജൂതന്മാരുടെ ഈ അജണ്ട ഇവിടെ നടപ്പിലാകാൻ അവർ ഇവിടെ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത് തർക്കിച്ചുകൊണ്ട്, കലഹിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് ഭിന്നിപ്പിക്കുക എന്നതിലേറെ കൂടുതൽ അവർ ചെയ്യുന്നത് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾക്കിടയിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മുസ്ലിമീങ്ങളുടെ ഐക്യത്തെ തകർത്തുകളയലായിരുന്നു. ഇബ്നു സൗദാഇ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ദുഷ്ടനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ, അവൻ മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മുസ്ലിം സമുദായം ഏറെ സ്വീകരിക്കുന്ന അഹ്ലുൽ ബൈത്തിൽപ്പെട്ടിട്ടുള്ള മഹാരഥന്മാരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ ബന്ധമുള്ള മഹാരഥന്മാരെ ധാരാളം പുകഴ്ത്തിക്കൊണ്ടാണ് രംഗത്തേക്ക് വന്നത് എന്ന് നമുക്കറിയാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആ പരിശുദ്ധ കുടുംബത്തെ ധാരാളമായി പുകഴ്ത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തെ, സുദൃഢമായ ബന്ധത്തെ, കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമയെ കൊടുത്തത് അലിയാര് തങ്ങൾക്കല്ലേ? ഖൈബറിൽ പതാക ഏൽപ്പിച്ചത് അലിയാര് തങ്ങൾക്കല്ലേ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അലിയാര് തങ്ങളെ സവിശേഷതയല്ലേ പറഞ്ഞത്? എല്ലാം വെച്ചുകൊണ്ട് മഹാനാകുന്ന അലിയാര് തങ്ങളെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ദുഷ്ടനാകുന്ന ജൂതനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഅ ആണ്. എന്താണ് അവന്റെ താല്പര്യം? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ മഹാനാകുന്ന നേതാവിന്റെ പിന്നിൽ അണിനിരക്കരുത് എന്ന് പറയാനായിരുന്നു. ഇത് പറയാനായിരുന്നു. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയം ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ പ്രസിഡന്റാക്കുകയും ഞാൻ തന്നെ ജനറൽ സെക്രട്ടറി ആവാമെന്ന് പറഞ്ഞ് AP സെക്രട്ടറി ആവുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കവല പ്രഭാഷകന്മാർ സാധാരണക്കാരന്റെ മുമ്പിൽ വന്ന് പ്രസംഗിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടങ്ങിയ കാലത്ത് ഒന്നാമത്തെ പ്രസിഡന്റ് തങ്ങളായിരുന്നു, ഒന്നാമത്തെ സെക്രട്ടറി AP ആയിരുന്നു. അതുകൊണ്ട് ഇന്നും നമ്മുടെ പ്രസിഡന്റ് തങ്ങളാണ്, ഇന്നും നമ്മുടെ സെക്രട്ടറി AP ആണ് എന്നാണ്. എന്താ പറഞ്ഞു തിരിഞ്ഞില്ല അല്ലേ? ആദ്യത്തെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ആദ്യത്തെ ജനറൽ സെക്രട്ടറി മൗലാന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒന്നാമത്തെ പ്രസിഡന്റ് തങ്ങളും ഒന്നാമത്തെ സെക്രട്ടറി AP യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് തങ്ങളാണ്, നമ്മുടെ സെക്രട്ടറി AP ആണ്. ഇത് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയത്ത് പറഞ്ഞ് അഹ്ലുൽ ബൈത്തിനോടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞിട്ട് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ഈ നൂഹ് നബിയുടെ കപ്പലിനെ ഉദാഹരണമാക്കി പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളാൾ തങ്ങളെ വലുതാക്കി 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 പറയുന്നത് കണ്ണിയത്ത് ഉസ്താദിനെ തുടരണ്ട എന്ന് പറയാനാണ്. ഇസ്ലാമിക ലോകത്തെ വിഭാഗീയത തുടങ്ങിയ ഇബ്നു സൗദാഇ എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതനാകുന്ന മനുഷ്യനും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ട് മഹാനാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഖിലാഫത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അലിയാരെ തങ്ങൾക്ക് ലഭിക്കേണ്ട ഖിലാഫത്ത് ഉസ്മാൻ എന്നവർ തട്ടിയെടുത്തതാണ് എന്ന് ജൂതന്മാർ പ്രചരിപ്പിക്കുകയാണ്.
അതിന്റെ തുടർച്ചയല്ലാതെ ഇവിടെ AP ഒന്നും ചെയ്തിട്ടില്ല എന്നത് നമുക്ക് മണിക്കൂറുകൾ നീണ്ടു പറയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ഇവിടെ പ്രഭാഷണം നടത്തുന്ന പ്രധാനപ്പെട്ട പ്രഭാഷകന്മാർ ആ വിഷയം തന്നെയാണ് കൂടുതൽ ചർച്ച ചെയ്യുക എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ ഈ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലാൻ കഴിയാതെ പോയാൽ നക്കിക്കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു തിയറി ഇവിടെ നടപ്പിലാക്കി മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിദഈ കക്ഷികൾ ഒരു സാധാരണക്കാരനാക്കി ചിത്രീകരിക്കുകയാണ്. മുജാഹിദുകാരൻ അങ്ങനെയാണ്, സാധാരണ മനുഷ്യൻ എന്നു തന്നെ പ്രചരിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മറ്റൊരു തരത്തിലാണ് പറയുന്നത്. ഒരു തെറ്റും നബി തങ്ങൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇത് അല്ലാഹു ആണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ട് അല്ലാഹു അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചൊക്കെ തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ജമാഅത്ത് ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജമാഅത്തിനെയും മുജാഹിദിനെയും എല്ലാം അതിജയിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ആദർശത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒപ്പം നിന്നുകൊണ്ട് അതിശക്തമായ പ്രവർത്തനം നടത്തുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ AP രംഗപ്രവേശം നടത്തുന്നു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് മുജാഹിദുകളെ കൊണ്ട് നേരത്തെ ജൂതന്മാരെ എന്താ പറയിപ്പിച്ചത്? മുഹമ്മദ് നബി നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ AP കൊണ്ട് ജൂതന്മാര് പറയിപ്പിച്ചതോ? AP കൊണ്ട് AP ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മനുഷ്യൻ പ്രവാചകർക്ക് തുല്യമാണ്. എന്താണ് വ്യത്യാസം? മുജാഹിദുകൾ പറഞ്ഞത് മുഹമ്മദ് നബി നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. AP വിഭാഗമോ അവർ ഔദ്യോഗികമായി എഴുതിയിട്ട് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നതാണ്. ഇന്ന് വരെ ആ വാക്ക് അവർ പിൻവലിച്ചിട്ടില്ല. ആ തിരുവചനത് AP പ്രവാചകനോട് AP തുല്യപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ്. അങ്ങനെ ഇദ്ദേഹത്തെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒരു പ്രവാചക തുല്യനാക്കി അവതരിപ്പിക്കുവാനും എന്തുണ്ട് യോഗ്യത? എന്തുണ്ട് യോഗ്യത? മഅ്സൂമികളാകുന്ന അമ്പിയാക്കൾക്ക് ശക്തി പകർന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വ്യാപകമായ പ്രചരണം നൽകിക്കൊണ്ട് മഹാന്മാരാകുന്ന ഔലിയാക്കൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഔലിയാക്കൾ ആരും മഅ്സൂമികളല്ല. പക്ഷേ തെറ്റുകളിൽ നിന്ന് അല്ലാഹു അവർക്ക് ഹിഫ്ള് നൽകിയിട്ടുണ്ട്. അവർ മഹ്ഫൂളീങ്ങളാണ്. ഇത് നമുക്ക് അറിയുന്ന വസ്തുതയാണ്. അങ്ങനെ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഔലിയാക്കൾ. ബാഫഖി തങ്ങൾ ജീവിതത്തിൽ ഒരു സുബഹി പോലും ഖളാ ഇല്ലാത്ത മനുഷ്യനാണ്. കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്. അങ്ങനെയുള്ള ധാരാളം ഔലിയാക്കളുണ്ട് ഇവിടെ. എന്നാൽ AP ജീവിതത്തിൽ AP ആ തലത്തിൽ ഒരു ശുദ്ധി SSFകാർ പറയട്ടെ. കറാഹത്ത് നമ്മൾ വിട്, കറാഹത്ത് മുഖ്ലാഫുലൊക്കെ പിന്നെ ചർച്ചയാവാം. AP ജീവിതത്തിൽ ഹറാമ് ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും? ഒരു ദിവസം. ഞാൻ ഈ പറയുന്നത് ഇവിടെ വെച്ച് മാത്രമല്ല, ഖാലിഖാകുന്ന റബ്ബിന്റെ മുമ്പിൽ പോയി പറയാൻ പറ്റുന്നത് ഞാൻ പറയും. ദുനിയാവിന് വേണ്ടിയല്ല ഈ സംസാരം എന്നർത്ഥം. എന്നെ പടച്ച എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയും. നിങ്ങൾ എത്ര AP പുകഴ്ത്തിയാലും ഏത് വലിയ മഹാനാണ് എന്ന് പറഞ്ഞാലും എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. എനിക്കു മാത്രമല്ല, അവരെ കൂട്ടത്തിൽ ഞാൻ പേര് വേണമെങ്കിൽ എണ്ണി പറഞ്ഞു തരാം. അവരെ നേതാക്കന്മാർക്ക് മുഴുവനും അറിയുന്ന വസ്തുത. വില്യാപ്പള്ളിക്കാരനാകുന്ന VPM നിനക്കും അറിയുന്ന ചില കഥ ഞാൻ പറഞ്ഞു തരാം. AP ഹറാമ് ചെയ്യാത്ത ദിവസമുണ്ടോ? നിന്നോട് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ ഓരോ മക്കൾക്കും AP പരിചയമുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ എണ്ണി പറഞ്ഞു തരാം. വില്യാപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഒരാളെ അങ്ങനെ വാഴ്ത്താനൊന്നും ഇരിക്കണ്ട. വേണമെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സർവ്വ ജനങ്ങൾക്കും ബോധ്യമാക്കുന്ന രീതിയിൽ പരത്തി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാത്തില് ലോഹിറാക്കൽ ലക്ഷ്യമല്ല, ഞങ്ങൾക്ക് ഹക്ക് ലോഹിറാക്കാനാണ് ഈ സദസ്സ്. അതുകൊണ്ട് ബാത്തിൽ പ്രചരിപ്പിക്കാനല്ല.
പക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന ഒന്ന് അടുത്തേക്ക് പോലും വന്നിട്ടില്ലാത്ത ഒരു മനുഷ്യന് ഖമറുൽ ഉലമയായി, കൻസുൽ ഉലമയായി, സുൽത്താനുൽ ഉലമയായി ഇങ്ങനെ അവരോധിച്ച് കൊണ്ടു നടക്കുക. ഇനി അങ്ങനെ ഒരു ബിസിനസ് താല്പര്യവും ഭൗതികമായ താല്പര്യവും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ പോലെ മഹാന്മാരാകുന്ന പരിഹരണം. എന്തിന് മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളാകുന്ന ഉലമായിനെ ആക്ഷേപിക്കണം? ഈ പ്രദേശത്ത് മഹാനാകുന്ന വില്യാപ്പള്ളി ഉസ്താദ് ഇവിടുത്തെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, യതീംഖാനകൾക്ക്, മഹല്ലുകൾക്ക്, ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? കേരളക്കരയിൽ APEK ചർച്ച വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങളിൽ മഹാനാകുന്ന വില്യാപ്പള്ളി ഉസ്താദിന്റെ നിറസാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചതല്ലേ? ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരെ ആക്ഷേപിക്കുകയോ? ഞങ്ങൾ പറയുന്നു, ഇന്നത്തെ ദിവസം ഈ പ്രദേശത്തെ അഭിമാനമായിട്ടുള്ള മഹാനാകുന്ന ശൈഖുനാ വില്യാപ്പള്ളി ഉസ്താദിനെ ആദരിക്കാൻ വേണ്ടി അവരോടുള്ള ആ ഒരു ശിഷ്യബന്ധത്തിന്റെ പേരിൽ ഈ നാട്ടുകാർ കാണിക്കുന്ന ഒരു കടപ്പാട്, അതുമാത്രമാണ് ഇന്നത്തെ സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേദി കെട്ടാമല്ലോ, നിങ്ങൾക്ക് പറയാമല്ലോ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ വരാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിലുസ്താദുമാരൊന്നും പാടില്ല, അതിന് ഞങ്ങൾ മതി. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന കാരന്തൂരിലെ അറബിക് കോളേജിൽ ആദ്യമായി ശരീഅത്ത് കോളേജ് തുടങ്ങുമ്പോൾ ദർസ് തുടങ്ങിക്കൊടുത്തത്. അതെന്തിനറിയോ? അവിടെ വല്ല കള്ളത്തിലുണ്ടെങ്കിൽ അത് പിന്നീട് പുറത്തു പറയാൻ കുറച്ച് സഖാഫികൾ അവിടുന്ന് പുറത്തിറങ്ങേണ്ടതുണ്ട്. അതിനാണത്. ഇൻഷാ അല്ലാഹ് ഇന്നലെ വൈകുന്നേരം 4:15 നേരത്തെ സാജിസ്ത പറഞ്ഞല്ലോ, ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ 4:15 ഒരാൾ വിളിച്ചു. അത് ഉള്ളാൾ തങ്ങളുടെ ശിഷ്യൻ തന്നെയാണ്. അദ്ദേഹം സമസ്തയിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ 4:15 വൈകുന്നേരം ഒരാൾ വിളിച്ചു. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ കൂറുമാറുകയാണല്ലോ. 3 ദിവസം മുമ്പ് അവരെ കൂട്ടത്തിൽ ഉന്നതനാകുന്ന എന്ന് വെച്ചാൽ മർക്കസ് സമ്മേളനം അടക്കം AP വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ മുഴുവനും 1-ാം നിരയിൽ ഇരിക്കുന്ന ഒരു മഹാനാകുന്ന പണ്ഡിതൻ, പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, 3 ദിവസം മുമ്പ് അദ്ദേഹത്തിന് മുമ്പിൽ പേരോട് കയറി ചെന്നപ്പോ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് എന്ന് 3 ദിവസം മുമ്പ് പറഞ്ഞിട്ടില്ലേ? പറ. അതിന്റെ 2 ദിവസം മുമ്പ് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് AP കയറി ചെന്നല്ലോ. അപ്പോൾ APയോട് AP നിനക്ക് നല്ലത് ഇറങ്ങിപ്പോകലാണ്, നീ എന്നെ കൊണ്ട് കുടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആളുകൾ എന്തേ നിങ്ങളെ മാറ്റിവെക്കുന്നു? ഔലിയാക്കൾ നിങ്ങളെ മുമ്പേ മാറ്റിവെച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും നിങ്ങളെ മുമ്പേ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടുപോയ ആളുകൾ സത്യം ഇവിടെ ബോധ്യമാകുമ്പോൾ എല്ലാവരും മാറി നിൽക്കാൻ തയ്യാറാണ്. പിന്നെ ഭൗതികമായ താല്പര്യത്തോടെ ആഖിറം എന്ന് പറയുന്ന ഒന്നിലേക്ക് ചിന്ത തീരെ ഇല്ലാത്ത ആളുകൾ അത് കുറച്ച് നിങ്ങളെ കൂടെ ഉണ്ടാകും എന്നത് സത്യമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മഗ്രിബിലേക്ക് നീങ്ങുകയാണല്ലോ. ഒരൊറ്റ കാര്യം എന്റെ നല്ലവരാകുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഈ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാമിനെ തകർക്കുക എന്ന ഈ ജൂതന്മാരുടെ താല്പര്യം അവർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നബി അല്ലാത്ത ഒരാളെ നബിയാക്കി കൊണ്ടുവന്നിട്ട് യഥാർത്ഥ നബിയിൽ നിന്ന് ചർച്ച തന്നെ മാറ്റിയിട്ട് വ്യാജ നബിയായിരിക്കും ചർച്ചയിൽ വരാം, അല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്ക്, യഥാർത്ഥ ഷഹർ മുബാറക്കിനെ ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു വ്യാജ മുടി കൊണ്ടുവന്നിട്ട് ഷഹർ മുബാറക്കിനെ അംഗീകരിക്കുന്നവരും ഷഹർ മുബാറക്കിനെ അംഗീകരിക്കാത്തവരും എന്നുള്ള ഒരു തർക്കം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി വ്യാജമുടിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതാരുടെ ജോലിയായിരുന്നു? പാനപാത്രം കൊണ്ടുവന്നത് ആരാണ്? പാനപാത്രം നോക്കിയപ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യായി. കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിൽ നിന്ന് പുറത്തേക്കിട്ട 6 ആളുകളെയാണ്. ഇസ്രായേൽ പതാകയുണ്ട്, 6 മൂലയുള്ള ഒരു സ്റ്റാറുണ്ട്. ഇസ്രായേൽ പതാക, ജൂത പതാകയിലുണ്ട് 6 മൂലയുള്ള ഒരു സ്റ്റാർ. ആ സ്റ്റാർ പതിച്ചുകൊണ്ട്
അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാത്രത്തിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരുടെ ചിഹ്നം വെച്ചിട്ട് ഒരു പാത്രവുമായിട്ട് ആറ് മൂലയുള്ള ഒരു സ്റ്റാറുമായിട്ട് ഇപ്പൊ എപ്പി വന്നു കൊണ്ടുവന്നപ്പോഴൊക്കെ പറഞ്ഞത് ഇത് കേരളക്കാർക്ക് ഇന്ത്യയിലെ പ്രവാചക സ്നേഹികൾക്കുള്ള സമ്മാനമാണ് എന്നൊക്കെയാണ്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, മദ്രസയിൽ നബിദിന സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിട്ടൊരു ഗ്ലാസ് സമ്മാനമായി കിട്ടിയെങ്കിൽ പിന്നെ ഉസ്താദ് തിരിച്ചു വാങ്ങാറില്ല എന്നുള്ളത്. പക്ഷേ ഈ പാത്രം ഖസ്റജ് തിരിച്ചു വാങ്ങി. ആ സമ്മാനം തിരിച്ചു വാങ്ങിയതല്ല, കൊണ്ടുവന്ന മുടി കൊണ്ടുവരാൻ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്, ഇനി ഇതും കൂടി കൊണ്ടുപോകണം എന്നുള്ളത് ആരാണ് പറഞ്ഞത് എന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിച്ചരാ. അപ്പോഴല്ലേ കൊണ്ടുപോയത്. അതിന്റെ ഇടയിൽ കൂടി ഇയാൾ കുപ്പായിട്ടും വന്നിന്. ഖാലിദ് മലീദ് റളിയല്ലാഹു അൻഹു ജുബ്ബ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ്, മർക്കസിന്റെ കീഴിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട്, ഇനി ഒരു ഭ്രാന്താശുപത്രി കൂടി തുടങ്ങണം എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീരുമാനിക്കാലോ ഉസ്താദ് പുറത്തൊന്നും പോകലില്ല. ഉള്ളാളത്തങ്ങളെ നിങ്ങൾ 8 മാസക്കാലം റൂമിൽ അടച്ചിട്ടു ഇല്ലേ? മരിച്ചുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരാളും പരലോകത്ത് ബുദ്ധിമുട്ടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിനെതിരെ, ശംസുൽ ഉലമായി തങ്ങൾക്കെതിരൊക്കെ ഇവരൊക്കെ പറഞ്ഞു കൂട്ടിയത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചില്ലേ? അവസാനം മരിക്കുന്ന സമയം വരെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. അവസാനം നിങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം ഞങ്ങൾ പറയാം. ഉള്ളാളത്തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ മഹാനാണ്, ആ പ്രസ്ഥാനത്തിന്റെ ലീഡറാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പ്രവർത്തകന്മാർ അവസാനമായി ഒരു നോക്ക് മുഖം കാണാൻ വേണ്ടി കടന്നു വന്നിട്ട് നിങ്ങൾ മുഖം കാണിച്ചു കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ചെയ്ത പ്രവർത്തനമാണ്, അത് ഞങ്ങൾ പറയാം. കാണിച്ചു കൊടുത്തില്ല. കുറച്ചാളുകൾക്കൊക്കെ കാണിച്ചു കൊടുത്തു, കണ്ണും നെറ്റിയും മാത്രമായിരുന്നു. എന്താണ് കണ്ണും നെറ്റിയും മാത്രം കാണിച്ചു തരുന്നത് എന്നുള്ള ഒരു അടക്കിപ്പിടിച്ച സംസാരം തുടങ്ങിയപ്പോൾ ഇനി തീരെ കാണിച്ചു കൊടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ജീവിതകാലത്തിന് കൈ പിടിക്കുന്നതും മുഖത്തേക്ക് നോക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നില്ല എന്നൊരു ന്യായവും ഇല്ലേ? എന്നാൽ ഇവിടെ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുമായി കളിച്ച ഒരാളും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആഖിബത്ത് രക്ഷപ്പെടൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു മഹാനെ അധിക്ഷേപിച്ചു പോയാൽ നമ്മുടെ ആഖിറമാണ് നഷ്ടപ്പെടുന്നത്, ആഖിബത്താണ് നാം ഇവിടെ പരാജയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ സലാമത്തിലാവാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ നേരത്തെ തീരുമാനിച്ച പോലെയുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നതാണ്. അതിൽ നിങ്ങൾ സംബന്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.